അർജന്റീന ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് സാമ്പത്തിക നഷ്ടമില്ല എന്ന കായിക മന്ത്രിയുടെ വാദം പൊളിയുന്നു. കായിക മന്ത്രി നടത്തിയ സ്പെയിൻ യാത്രയ്ക്ക് ചെലവ് 13 ലക്ഷത്തോളം. മന്ത്രി PV അബ്ദുറഹ്മാന് പുറമെ സെക്രട്ടറിയും കായിക യുവജനകാര്യ സെക്രട്ടറിയുമാണ് ചർച്ചയ്ക്ക് പോയത്. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്താനായിരുന്നു യാത്ര. അർജുൻ രാജ ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, ഏതായാലും കായിക മന്ത്രിയുടെ വാദം പൊളിയുകയാണ്. വിവരങ്ങൾ. ലക്ഷ്മി, കഴിഞ്ഞ വർഷമായിരുന്നു അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്താൻ വേണ്ടി സ്പെയിനിലേക്ക് കായിക മന്ത്രിയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പോയത്. കായിക വകുപ്പ് സെക്രട്ടറി, കായിക യുവജനകാര്യ ഡയറക്ടർ എന്നിവരാണ് കഴിഞ്ഞ വർഷം ചർച്ചയ്ക്കായി കായിക മന്ത്രിക്കൊപ്പം സ്പെയിനിൽ കൂടിക്കാഴ്ച നടത്തിയത്. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായും ഒപ്പം തന്നെ സ്പെയിൻ ഫുട്ബോൾ അധികൃതരുമായും റയൽ മാഡ്രിഡ് പ്രതിനിധികളുമായിട്ടാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായത്. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിൽക്കെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടില്ല എന്നായിരുന്നു മന്ത്രിയുടെ വാദം. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ആ വരവുമായി ബന്ധപ്പെട്ട് നടത്തിയ സന്ദർശനത്തിൽ 13 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമായിട്ടുണ്ടെന്നുള്ളതാണ് വിവരാവകാശ രേഖ മൂലമുള്ള മറുപടി. 13,04,334 രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഈ സന്ദർശനത്തിനായി മാറ്റിവെച്ചിട്ടുണ്ടെന്നുള്ളതാണ് മറുപടിയായി ലഭിച്ചിട്ടുള്ളത്. ഈ തുക കായിക വികസന നിധിയുടെ 2024 കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആ വകുപ്പിൽ നിന്ന് ചെലവഴിച്ചതാണെന്ന വിവരാവകാശ രേഖ നിയമപ്രകാരം മൂലം കായിക വകുപ്പ് തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് 13 ലക്ഷം രൂപ ഇതിനോടകം തന്നെ ചെലവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ കായിക വകുപ്പ് വിശദീകരിക്കുന്നത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനെ കേരളത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഈ യാത്രയുടെ ഉദ്ദേശം. പക്ഷേ അത് മാത്രമായിരുന്നില്ല ആ യാത്രയുടെ ലക്ഷ്യം. സ്പാനിഷ് ലീഗ് ടീമായ റയൽ മാഡ്രിഡ് ടീമുമായി അതിന്റെ അധികൃതരുമായിട്ടുള്ള ചർച്ച ആ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില സഹകരണങ്ങൾ ഈ സ്പെയിനിലെ ടീമുകളുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കായിക രംഗവുമായി സ്പെയിൻ സഹകരിക്കാനുള്ള ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവർത്തനത്തിലും സ്പെയിൻ സഹകരിക്കുമെന്ന് ആ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ധാരണ രൂപപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് ആ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്ന മെസ്സിയെയും അർജന്റീൻ ഫുട്ബോൾ ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം അത് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. അതാണ് ഇത്തരത്തിൽ ഈ വരവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന മന്ത്രിയുടെ വാദത്തെ പൊളിക്കുന്നത്. അങ്ങനെയല്ല കാര്യങ്ങൾ. ആ ടീമിനെ കൊണ്ടുവരുന്ന സ്പോൺസർ തുകയൊക്കെ ഈ മറ്റ് ചില സ്പോൺസർമാരാണെങ്കിൽ കൂടിയും അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് 13 ലക്ഷത്തോളം രൂപ വരുന്ന ഒരു ഭീമമായിട്ടുള്ള തുകയാണെന്നുള്ളതാണ് ഇപ്പോൾ കായിക വകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നത്. അർജുൻ, അവിടെ പോയിട്ട് അവർക്ക് ടീം അധികൃതരെ ആരെയെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അതുമായി നടത്തി എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ലക്ഷ്മി, തീർച്ചയായും കഴിഞ്ഞ വർഷമാണ്, അതായത് ഈ ചർച്ചയൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് അർജന്റീന കേരളത്തിലേക്ക് വരുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുന്നതിന് മുൻപായിരുന്നു ഈ സന്ദർശനം. അത് കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടിയാണ് നടന്നത്. ആ യാത്രയ്ക്ക് പിന്നാലെ തന്നെ മന്ത്രി സ്പെയിനിൽ വെച്ച് തന്നെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ജേഴ്സി പിടിച്ചു നിൽക്കുന്ന ചിത്രമടക്കം അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അന്ന് പക്ഷേ പലതരത്തിലുള്ള ആരോപണങ്ങൾ, ഇത് ഏത് പ്രതിനിധികളാണ്, അവര് സ്പെയിനിൽ പോയാണോ കാണേണ്ടത്, അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീനയിൽ പോയി അല്ലെ കാണേണ്ടതെന്ന തരത്തിലൊക്കെ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായിട്ടാണ് തങ്ങൾ ചർച്ച നടത്തിയതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായത്. അതിന് പിന്നാലെയായിരുന്നു ഇങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ചയിൽ അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരാനുള്ള തീരുമാനം, ധാരണ ഉണ്ടായിട്ടുണ്ട്. മെസ്സി അടങ്ങുന്ന ടീം കേരളത്തിലേക്ക് വരുമെന്നുള്ള പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യാത്രയുടെ ഭാഗമായിട്ടാണ് പിന്നീട് തുടർ ചർച്ചകളായി പുറത്തേക്ക് വന്നത്. ആ യാത്ര ഉണ്ടായിട്ടുണ്ട്. സ്പെയിനിൽ പോയി ഈ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനെയും കണ്ടിട്ടുണ്ട്. മാത്രമല്ല മറ്റു ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള തീരുമാനം, പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമാണ്, അവർ കേരളത്തിൽ വന്ന് അക്കാദമി തുടങ്ങാം എന്നുള്ളൊരു ധാരണ ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി പറയുന്നു. ഒപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനത്തിലും സ്പെയിൻ സഹകരിക്കാനുള്ള തീരുമാനം ആ യാത്രയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറ്റു ചില കാര്യങ്ങളിലൊക്കെ കേരളത്തിന്റെ കായിക രംഗത്തിന് ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ വന്നിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അതേ സമയത്ത് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അർജന്റീൻ ഫുട്ബോൾ ടീമുമായി ചർച്ച നടത്തി മെസ്സി അടങ്ങുന്ന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിലാണിപ്പോൾ അനിശ്ചിതത്വം. ആ ടീം വരുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ കേരളത്തെ പറഞ്ഞു പറ്റിക്കലായിരുന്നോ എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നത്. ആ ഘട്ടത്തിലാണ് മന്ത്രി പറഞ്ഞത്
ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം സംസ്ഥാനത്തിന് ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ മന്ത്രിയുടെ വാദങ്ങൾ ഏതായാലും പൊളിയുകയാണ്. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.